നമസ്കാരം. തേർഡ് ഡിവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. ക്രിസ്മസ് നാളുകളിൽ നഗരം തിരക്കിൽ. ക്രിസ്മസിന് 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ നഗരം ക്രിസ്തുമസ് തിരക്കിൽ അമരുന്നു. സ്കൂളുകൾ അടച്ചതോടെ കുട്ടികളുമായി വ്യാപാര സ്ഥാപനങ്ങളിൽ എത്തുന്നവരും കൂടുതലാണ്. പള്ളികളിലും പരിസരങ്ങളിലും വർണ്ണാഭമായി നക്ഷത്രങ്ങളും വഴിവിളക്കുകളും തെളിഞ്ഞു. വസ്ത്രശാലകൾ, ബേക്കറികൾ, വഴിയോര കച്ചവട സ്ഥാപനങ്ങൾ തുടങ്ങിയിടത്തെല്ലാം വലിയ രീതിയിലുള്ള തിരക്കാണ്. ഈ 2 നാളിലും നഗരത്തിൽ വലിയ രീതിയിലുള്ള തിരക്കായിരിക്കുമെന്നാണ് നിഗമനം. ഈ ആഘോഷങ്ങൾക്കിടയിലും വ്യാജ ഉൽപ്പന്നങ്ങളെ സൂക്ഷിക്കണം. വർണ്ണാഭമായ പാക്കിങ്ങിൽ നൂതന ഡിസൈനുകൾ എന്നവകാശപ്പെട്ട് നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന കേക്കുകളും വൈനുകളും പ്രധാന വില്ലന്മാരാണ്. ഈ ക്രിസ്തുമസ് ന്യൂ ഇയർ നാളുകളിൽ ജാഗ്രത പുലർത്തണമെന്ന് തേർഡ് ഡിവിഷൻ ഓർമ്മപ്പെടുത്തുന്നു. കോവളം ഇരുട്ടിൽ. ക്രിസ്തുമസും പുതുവത്സരവും ആഘോഷിക്കാൻ 100 കണക്കിന് പേർ എത്തുന്ന കോവളത്തെ വീണ്ടും ഇരുട്ടിലാക്കി വിനോദസഞ്ചാര വകുപ്പ്. ലക്ഷങ്ങൾ മുടക്കി പുനഃസ്ഥാപിച്ച നടപ്പാതയിലെ ലൈറ്റുകൾ പണിമുടക്കിയിട്ട് മാസങ്ങളായി. ആകെയുള്ള 2 ഹൈമാസ്റ്റ്, 2 മിനി മാസ്റ്റ് ലൈറ്റുകളുടെ വെളിച്ചമാണ് കോവളത്തെ തീരത്തിന് ഇപ്പോൾ ലഭിക്കുന്നത്. സമയബന്ധിതമായി അറ്റകുറ്റപ്പണി നടത്തുന്നതിൽ വിനോദസഞ്ചാര വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ വൻ വീഴ്ചയെ തുടർന്നാണ് ലോകം അറിയപ്പെടുന്ന വിനോദസഞ്ചാര കേന്ദ്രം ഇരുട്ടുമൂടിയ അവസ്ഥയിലെത്തിയത്. കോവളത്തെ കവാടമായ ഹവ്വ ബീച്ച് മുതൽ ലൈറ്റ് ഹൌസ് ബീച്ച് വരെയുള്ള 2 കിലോമീറ്റർ ദൂരത്തിലുള്ള നടപ്പാതയിലും ഇടക്കല്ലും ഉൾപ്പെട്ട മേഖലയിൽ 55 ലൈറ്റുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. സോളാർ സംവിധാനത്തിലാണ് ഈ ലൈറ്റുകളുടെ പ്രവർത്തനങ്ങൾ. വന്ധ്യതാ ചികിത്സയുടെ ഫലപ്രാപ്തി അറിയാൻ AI ടൂൾ. പുരുഷന്മാരിലെ വന്ധ്യതാ ചികിത്സയുടെ ഫലപ്രാപ്തി അറിയാൻ നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ വികസിപ്പിച്ച് ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൗൺസിൽ. പുരുഷന്മാരിലെ വന്ധ്യതയ്ക്ക് കാരണമാകുന്ന ജനിതക തകരാർ കണ്ടെത്തി കൃത്രിമ ഗർഭധാരണ ചികിത്സകളിലൂടെ ഫലപ്രാപ്തി പ്രവചിക്കുന്ന ഫെർട്ടിലിറ്റി പ്രഡിക്ടർ ഉപകരണമാണ് വികസിപ്പിച്ചതെന്ന് MCMR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ഇൻ പ്രഡിക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്തിലെ മുതിർന്ന ശാസ്ത്രജ്ഞർ അറിയിച്ചു. നോയിഡയിലെ അമിറ്റി സർവകലാശാലയുമായി സഹകരിച്ചാണ് ICMR AI സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തത്. പെൺകുട്ടിയോട് നടുറോഡിൽ അപമര്യാദയായി പെരുമാറിയ ജയിലർക്ക് ചെരുപ്പൂരി മർദ്ദനം. തമിഴ്നാട്ടിലെ മധുര സെൻട്രൽ ജയിൽ അസിസ്റ്റന്റ് ജയിലർ ബാലഗുരുസ്വാമിക്കാണ് മർദ്ദനമേറ്റത്. ജയിലിലെ മുൻ തടവുകാരന്റെ ചെറുമകളോട് തനിക്കൊപ്പം വീട്ടിലേക്ക് വരാൻ ഇയാൾ ആവശ്യപ്പെടുകയായിരുന്നു. പെൺകുട്ടിയുടെ മുത്തച്ഛൻ നിലവിൽ സെൻട്രൽ ജയിലിനടുത്ത് ഒരു ഹോട്ടൽ നടത്തുകയാണ്. ബാലഗുരുസ്വാമി പതിവായി ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സ്വാമി ഹോട്ടൽ ഉടമയുടെ ചെറുമകളോട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാൻ മടിക്കരുതെന്ന് പറയുകയും ചെയ്തു. പിന്നീട് നിരന്തരം പെൺകുട്ടിയെ ഫോണിൽ വിളിക്കുകയും അശ്ലീല ചുവയോടെ സംസാരിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ആരപാളയത്തെ ATMൽ നിന്ന് പുറത്തു വന്ന ബാലഗുരുസ്വാമി പെൺകുട്ടിയെ കാണുകയും ബൈക്കിൽ കയറാനും തനിക്കൊപ്പം താമസ സ്ഥലത്തേക്ക് വരാനും പെൺകുട്ടിയെ നിർബന്ധിക്കുകയായിരുന്നു. ഇത് കേട്ട് പെൺകുട്ടി നിലവിളിക്കുകയും മുത്തച്ഛനും അമ്മ സിദ്ധിയും സ്ഥലത്തെത്തി ഇയാളെ മർദ്ദിക്കുകയും തുടർന്ന് പെൺകുട്ടിയുടെ അമ്മയാണ് ഇയാളെ ചെരുപ്പൂരി അടിച്ചത്. കേരള സംഘം മാലിന്യങ്ങൾ നീക്കം ചെയ്തു. കേരളത്തിൽ നിന്ന് തമിഴ്നാട് തിരുനെൽവേലിയിലെ ഗ്രാമങ്ങളിൽ തള്ളിയ ആശുപത്രി മാലിന്യങ്ങളിൽ ഭൂരിഭാഗവും കേരളത്തിൽ നിന്നെത്തിയ സംഘം നീക്കം ചെയ്തു. 20 ലോഡ് മാലിന്യമാണ് നീക്കം ചെയ്തത്. നീക്കിയ മാലിന്യം ക്ലീൻ കേരള കമ്പനിയുടെ കൊല്ലം, പാലക്കാട്, എറണാകുളം, മലപ്പുറം ജില്ലകളിലെ ഗോഡൌണുകളിൽ എത്തിച്ച് വേർതിരിച്ച ശേഷമാണ് സംസ്കരിക്കുന്നത്. ക്ലീൻ കേരള കമ്പനി ജീവനക്കാർ, തിരുവനന്തപുരം കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ എന്നിവരടക്കമുള്ള സംഘമാണ് തമിഴ്നാട്ടിൽ നിന്നും മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത്. റേഷനരി കടത്ത് സംഘങ്ങൾ വീണ്ടും സജീവം. ഒരിടവേളയ്ക്ക് ശേഷം തമിഴ്നാട്ടിൽ നിന്നും സംസ്ഥാനത്തേക്കുള്ള റേഷനരി കടത്ത് വീണ്ടും സജീവമായി. പാലക്കാട്, ഇടുക്കി, തിരുവനന്തപുരം ജില്ലകളിലെ തമിഴ്നാട് അതിർത്തി കടന്നാണ് റേഷനരി കൂടുതലായും എത്തുന്നത്. തമിഴ്നാട്ടിലെ റേഷൻ കടകളിൽ 1 രൂപയ്ക്ക് നൽകുന്ന അരി അവിടുത്തെ ഇടനിലക്കാർ വഴി ശേഖരിച്ചാണ് ഇവിടെ എത്തിക്കുന്നത്. 2 രീതിയിലാണ് അരി പൊതുവിപണിയിലെത്തുന്നത്. റേഷനരി തമിഴ്നാട്ടിലെ താവളത്തിലെത്തിച്ച് പോളിഷ് ചെയ്ത് അതിർത്തിയിൽ കടത്തിവിടുന്നതാണ് ആദ്യത്തേത്. രണ്ടാമത്തേത് റേഷനരി അതിർത്തി കടത്തി കേരളത്തിലെ രഹസ്യ കേന്ദ്രങ്ങളിൽ എത്തിച്ച് പോളിഷ് ചെയ്ത് വേറെ ചാക്കുകളിലാക്കി കടത്തിവിടുന്നു. പൊള്ളാച്ചിയിലെ മില്ലുകൾ കേന്ദ്രീകരിച്ച് റേഷൻ അരി പൊടിച്ച് കവറുകളിലാക്കി അരിപ്പൊടികളാക്കിയും എത്തിക്കുന്നുണ്ട്. ടൺ കണക്കിന് അരികളാണ് വാളയാർ, ആര്യങ്കാവ് ചെക്ക് പോസ്റ്റുകൾക്ക് സമീപം പിടിച്ചിട്ടിരിക്കുന്നത്. സംയുക്ത പരിശോധന നിലച്ചതോടെയാണ് അരിക്കടത്ത് വീണ്ടും പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ആരോപണത്തിൽ കഴമ്പില്ലെന്ന് വിജിലൻസ്. ADGP അജിത് കുമാറിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് തീർപ്പാക്കി വിജിലൻസ്.
അനധികൃത സ്വത്ത് സമ്പാദനം, കുറഞ്ഞ വിലയ്ക്ക് ഫ്ളാറ്റ് വാങ്ങി മറിച്ചു വിറ്റ് കള്ളപ്പണം വെളുപ്പിച്ചു, സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധം, മലപ്പുറം SP ക്യാമ്പിലെ മരമുറി തുടങ്ങിയവയായിരുന്നു അജിത് കുമാറിനെതിരെയുള്ള പരാതികൾ. PV അൻവർ MLA ആണ് ആരോപണം ഉന്നയിച്ചതും പരാതികൾ നൽകിയതും. വിജിലൻസിന്റെ പരിശോധനയിൽ ഇതിലൊന്നും ഒരു വസ്തുതയുമില്ലെന്ന് കണ്ടെത്തുകയായിരുന്നു. കൊച്ചി മെട്രോയ്ക്ക് വരുമാനത്തേക്കാൾ അധികം നഷ്ടം. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കൊച്ചി മെട്രോയ്ക്കുണ്ടായത് 433.49 കോടി രൂപയുടെ നഷ്ടം. അതിനു മുൻപുള്ള സാമ്പത്തിക വർഷത്തിൽ നഷ്ടമായത് 335.71 കോടി രൂപയായിരുന്നു. ഏകദേശം 100 കോടിയോളം രൂപയുടെ വർധനയാണ് നഷ്ടത്തിലുണ്ടായിരിക്കുന്നത്. എന്നാൽ 2023-24 സാമ്പത്തിക വർഷത്തിൽ മെട്രോയുടെ വരുമാനത്തിൽ വർധനയുണ്ടായതായി കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് പ്രസിദ്ധീകരിച്ച വാർഷിക റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. സമൂഹ വിവാഹത്തിൽ വിവാദം. സംഘാടകർ നൽകിയ വാഗ്ദാനം പാലിച്ചില്ലെന്ന പരാതി ഉയർത്തി സമൂഹ വിവാഹത്തിൽ നിന്നും 27 പേരാണ് പിന്മാറിയത്. 35 പേരുടെ വിവാഹത്തിൽ നിന്നാണ് വധൂവരന്മാരടക്കം 27 പേർ പിന്മാറിയത്. തർക്കങ്ങളെയും ബഹളത്തെയും തുടർന്ന് പോലീസിന്റെ സാന്നിധ്യത്തിൽ 8 ദമ്പതികളുടെ വിവാഹം നടത്തി സംഘാടകർ തടിയൂരി. ചേർത്തല വരനാട് അഖിലാഞ്ജലി ഓഡിറ്റോറിയത്തിലാണ് ഈ നാടകീയമായ രംഗങ്ങൾ അരങ്ങേറിയത്. ചേർത്തല കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സൽസ്നേഹഭവൻ സൊസൈറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സമൂഹ വിവാഹം നടത്താൻ തീരുമാനിച്ചത്. ഇതര ജില്ലകളിൽ നിന്നുമാണ് സംഘാടകർ ദമ്പതികളെ തിരഞ്ഞെടുത്തത്. താലിമാലയും 2 ലക്ഷം രൂപയും നൽകാമെന്ന് പറഞ്ഞായിരുന്നു സംഘാടകർ വിവാഹ വാഗ്ദാനം ചെയ്തതെന്ന് സമുദായ നേതാവ് തങ്കൻ പറഞ്ഞു. എന്നാൽ വിവാഹ കൗൺസിലിംഗിന് പോലും പറയാതെ വിവാഹത്തിന് എത്തിയപ്പോഴാണ് താലിയും വധൂവരന്മാർക്കുള്ള വസ്ത്രങ്ങളും മാത്രമാണെന്നറിയുന്നതെന്ന്. ഇതേ തുടർന്ന് പ്രശ്നം രൂക്ഷമായതോടെ ചേർത്തല പോലീസിൽ 22 വധൂവരന്മാർ സംഘാടകർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തെന്നും അദ്ദേഹം പറഞ്ഞു. KSRTC ബസ് ഇടിച്ച് ബൈക്ക് യാത്രക്കാരന് ദാരുണാന്ത്യം. ചെങ്ങമനാട് സ്വദേശി വിഷ്ണുദേവാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു അപകടം. കുലമൺ ജംഗ്ഷനിൽ വെച്ച് ബസ് ബൈക്കിൽ ഇടിച്ചതിനെ തുടർന്ന് ബസ്സിനടിയിലേക്ക് വീണ വിഷ്ണുദേവിന്റെ ശരീരത്തിലൂടെ ബസിന്റെ പിൻചക്രം കയറി ഇറങ്ങുകയായിരുന്നു. തുടർന്നായിരുന്നു മരണം. വയനാട്ടിൽ യുവ നേതൃത്വം. വയനാട്ടിൽ P ഗഗാറിനെ വോട്ടെടുപ്പിലൂടെ തോൽപ്പിച്ച് യുവ നേതാവ് K റഫീഖ് CPM ജില്ലാ സെക്രട്ടറിയായി. അപ്രതീക്ഷിതമായാണ് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരം നടക്കുന്നത്. നിലവിൽ DYFI വയനാട് ജില്ലാ സെക്രട്ടറിയാണ് റഫീഖ്. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട 27 അംഗ കമ്മിറ്റിയിൽ ഭൂരിഭാഗം പേരും റഫീഖിനെ പിന്തുണയ്ക്കുകയായിരുന്നു. ജില്ലാ സമ്മേളനത്തിൽ തിരഞ്ഞെടുത്ത 27 അംഗ കമ്മിറ്റിയിൽ 5 പുതുമുഖങ്ങളാണ് ഉള്ളത്. DYFI സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കൂടിയായ 36-കാരനായ റഫീഖ് ജില്ലയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ CPM ജില്ലാ സെക്രട്ടറിയാണ്. VD സതീശനെതിരെ വെള്ളാപ്പള്ളി നടേശൻ. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ വീണ്ടും രൂക്ഷ വിമർശനവുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. സ്വയം രാജാവാണെന്നാണ് സതീശൻ കരുതുന്നതെന്നും VD സതീശൻ അഹങ്കാരത്തിന്റെ ആൾരൂപമാണെന്നും താൻ സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ നിരവധി കോൺഗ്രസ് നേതാക്കൾ വിളിച്ച് അഭിനന്ദിച്ചെന്നും അവർ പറയാൻ ആഗ്രഹിച്ചതാണ് താൻ പറഞ്ഞതെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. കൂടാതെ KPCC പ്രസിഡന്റിനെ ധിക്കരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് മുൻപ് ഉണ്ടായിരുന്നില്ല. KPCC പ്രസിഡന്റ് എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ തന്നെ ആ മൈക്ക് വാങ്ങി സ്റ്റേജിൽ വെച്ച് തന്നെ സതീശൻ എതിര് പറയുന്നത് താൻ കേട്ടിട്ടുണ്ട്. KPCC പ്രസിഡന്റിനെ മൂലക്കിരുത്തിക്കൊണ്ടല്ലേ മുന്നോട്ട് പോയതെന്നും K സുധാകരന്റെ പക്വത കൊണ്ടാണ് കോൺഗ്രസ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോകുന്നതെന്നും വെള്ളാപ്പള്ളി വിമർശിച്ചു. മുൻ മുഖ്യമന്ത്രി K കരുണാകരൻ അനുസ്മരണ ദിനം ആചരിച്ചു. കോൺഗ്രസ് പേട്ട വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലീഡർ K കരുണാകരന്റെ 14ാമത് ഓർമ്മ ദിനാനുസ്മരണം നടന്നു. പേട്ട വാർഡ് മുൻ കൗൺസിലർ D അനിൽകുമാർ, DCC അംഗം തുലയിൽ ശശി, മണ്ഡലം പ്രസിഡന്റ് പേട്ട വിജയകുമാർ, വാർഡ് പ്രസിഡന്റ് B രാജേന്ദ്രൻ, K വിശ്വനാഥൻ, KG വിജയൻ, സെബാസ്റ്റ്യൻ ഡിക്രൂസ്, AP ബാലചന്ദ്രൻ, രാജീവൻ തുടങ്ങി നിരവധി പ്രവർത്തകരും നേതാക്കളും അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്തു. നമ്മുടെ ആരോഗ്യം നമ്മളിലൂടെ. പെരിഞ്ജീരകം കഴിച്ചാൽ ലഭിക്കുന്ന ആരോഗ്യ ഗുണങ്ങൾ. ദൈനംദിന ഭക്ഷണത്തിൽ പെരിഞ്ജീരകം ഉൾപ്പെടുത്തുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ ചെറുതൊന്നുമല്ല. ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് ഇത് വളരെ നല്ലതാണ്. ശരീര താപനില നിലനിർത്തുന്നതിനും സെല്ലുലാർ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിനും മൊത്തത്തിലുള്ള ആരോഗ്യം ഉറപ്പാക്കുന്നതിനും ശരിയായ ജലാംശം അത്യാവശ്യമാണ്. വിറ്റാമിൻ C, A, ഫൈബർ, പൊട്ടാസ്യം, സിങ്ക്, ഇരുമ്പ്, കാൽസ്യം തുടങ്ങിയ അവശ്യ വിറ്റാമിനുകളും പെരിഞ്ജീരകത്തിൽ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ പോളിഫൈനോളുകളും ഇതിലുണ്ട്. പെരുംജീരകത്തിൽ എനത്തോൾ അടങ്ങിയിട്ടുണ്ട്. ഇത് ദഹനരസങ്ങളുടെയും എൻസൈമുകളുടെയും സ്രവണം ഉത്തേജിപ്പിക്കുന്നു.
മെച്ചപ്പെട്ട ദഹനം പോഷകങ്ങൾ നന്നായി ആഗിരണം ചെയ്യുന്നതിനും വയറുവേദന കുറയ്ക്കുന്നതിനും ദഹനക്കേട് തടയുന്നതിനും സഹായിക്കുന്നു. ധാരാളം ഫൈറ്റോ ഈസ്ട്രജനുകൾ അടങ്ങിയിരിക്കുന്ന പെരുംജീരകം മുലപ്പാൽ വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നുണ്ട്. ആർത്തവ ദിവസങ്ങളിലെ വയറുവേദനയെ കുറയ്ക്കാനും പെരുംജീരകം സഹായകമാണ്. തേർഡ് എ വിഷന്റെ ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.